എത്രയെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം ഇത് മൃദുലയുടെ വീട്ടിലോട്ട് ഞാനവിടെ പോവാണ്. എന്നെക്കാട്ടി മൃദുല വായിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പാതിയോളം വായിച്ചല്ലേ. എവിടെയെങ്കിലും പോവാ ഇറങ്ങുമ്പോൾ ഗൈസ് പറയും വെളിച്ചെണ്ണ വേണം, അത് വേണം, ഇത് വേണോ. ഓ ഒറ്റടിക്കെടുത്ത് ചമ്മണം പൂട്ടിയൊക്കെ കേറി ഇരിക്കുക. ഇനി മകളില്ല, മരുമകൻ വേണം സാധിച്ചു കൊടുക്ക. മകളുടെ റോളൊക്കെ കഴിഞ്ഞ് അമ്മയുണ്ട് കൂട്ടിന്. ഹേ ഗായ്സ്, അപ്പം വെൽക്കം ടു നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മൃദുലയുടെ വീട്ടിലോട്ട് പോയിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് എത്രയെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം ഇത് മൃദുലയുടെ വീട്ടിലോട്ട് ഞാനവിടെ പോവുകയാണ്. പിന്നെ അതുമല്ല കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കാരണം നമ്മൾ ഇത്രയും ദിവസം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ സിമ്മും കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ ആക്റ്റീവ് അല്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ ഓരോരോ ആവശ്യങ്ങൾക്കൊക്കെ ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മളെ കിട്ടത്തേ ഇല്ലായിരുന്നു. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. അതിനിടയ്ക്ക് തന്നെ മൃദുലയുടെയും കൊച്ചുവിൻ്റെയും പാസ്പോർട്ടിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയായി. അവർ പാസ്പോർട്ടൊക്കെ കിട്ടി. അതിൻ്റെ വെരിഫിക്കേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പോലീസ് നമ്മുടെ സ്റ്റേഷനിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ആളില്ല, ഡെലിവറിക്ക് വിളിക്കുമ്പോൾ ഇവിടെ ആളില്ല. നമ്മുടെ കുറേ കൊറിയർ പെൻഡിങ് ആണ്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. നേരെ അവളെ വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പം എന്താ ഇന്ന് മൃദുല എത്ര മണിക്ക് എണീറ്റത്? എത്ര മണിക്കാൻ വേണീറ്റ്? അപ്പൊ എനിവേ നമ്മള് എന്തോ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ഇഡലി സാമ്പാർ. അവളിന്നലെ ഇഡലി സാമ്പാർ വേണോന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കി. മൃദുല ഇതേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞാൻ റെഡി ആയില്ല, ഞാൻ എണീറ്റതേ ഉള്ളൂ. ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറിയിട്ട് കാപ്പി കുടിച്ചിട്ട് നമുക്ക് രാവിലെ തന്നെ ഇവിടെ ഇറങ്ങാം. കൊച്ചു നല്ല ഉറക്കമാണ്. അമ്മ അതാ മീൻ പറക്കാനൊക്കെ പരട്ടി വെച്ചേക്കുന്ന കേട്ടോ. ഹേ ഗൈസ്, അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. പുതിയ ഷർട്ട്, നമ്മളൊരു പുതിയ ബുക്ക് വായിച്ചു തുടങ്ങി. സത്യം പറഞ്ഞ ഇത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ബുക്കാണ്. ഇതും ഫുള്ള് വായിച്ചിട്ടില്ല കേട്ടോ. ഞാൻ തുടങ്ങി ഏതാണ്ട് ഒരു 10-70 പേജ് അടുപ്പിച്ചെത്തിയിട്ടുണ്ട്. അടിപൊളിയാണ്. ഞാൻ വായിച്ചെടുത്തോളം നമുക്ക് ഇനി വായിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഇതൊരു അങ്ങനെ ഭയങ്കര സാഹിത്യപരമായിട്ടുള്ള അങ്ങനത്തെ ഒരു നോവലല്ല ഇത്. ഇതൊരു സിനിമാറ്റിക് നോവലാണ്. നമ്മളെങ്ങനെയാണ് ഒരു സിനിമ കാണുന്നത് അതേപോലെ നമുക്ക് വായിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി, അടുത്തത് എന്തെന്ന് വായിക്കാൻ പറ്റും. എന്നെക്കാട്ടി മൃദുല വായിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പാതിയോളം വായിച്ചല്ലേ. എവിടെയെങ്കിലും പോവാ ഇറങ്ങുമ്പോൾ ഗൈസ് പറയും വെളിച്ചെണ്ണ വേണം, അത് വേണം, ഇത് വേണോ. എപ്പോഴും അമ്മ ഇങ്ങനെ കേട്ടോ. അയ്യോ കേറ്റ് തുറന്ന അമ്മ. ടാറ്റാ. വെളുത്തുള്ളി അച്ചാറൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മള് വണ്ടി എടുത്തിട്ട് കുറേ നാളായിട്ടോ. അയ്യോ ചേർത്ത് കൊണ്ടിട്ടേക്കുന്നത്. ഇനി ഞാൻ എങ്ങനെ കയറി ഇടയിൽ കൂടെ. ഇത് കണ്ടാ വണ്ടി എടുക്കുന്നുണ്ടാ? എയർ കുറവുണ്ട് കേട്ടോ. ചെക്ക് ചെയ്തായിരുന്നു. എയറൊന്നും അടിക്കണ വണ്ടിയിൽ. നമുക്ക് ഇതുവഴി വലിഞ്ഞുപിടിച്ച് കയറാം, അതേ നടക്കൂ. നമ്മളെ വണ്ടി ഇപ്പോൾ 2263 കിലോമീറ്റർ ആയിട്ടോ. മൈലേജ് ഇപ്പോഴും 11.9 തന്നെയാണ്. അതിനൊരു മാറ്റമില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സർവീസൊക്കെ ആകുമ്പോൾ മൈലേജ് കൂടുമായിരിക്കും. ഇപ്പം ഭയങ്കര മൈലേജ് കുറവാണ്. വീട്ടിൽ പോയിട്ട് എന്തോ പരിപാടി? അത് കിടക്കാനാണെങ്കിൽ വീട്ടിൽ കിടന്നാ പോരായിരുന്നോ? വീട്ടിൽ കിടക്കുന്നതിന്റെ സുഖമൊന്നും വേറെ അല്ലേ ഗൈസ്. വീട്ടിൽ വന്ന് ജോലി എടുക്കുന്ന മൃദുലയാണ് സുഹൃത്തുക്കളെ. പറഞ്ഞത് അമ്മ കിടന്ന് അലക്കുവല്ലേ, വിയർത്ത് ചൂട്. അയ്യോ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ റെസ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. നാട്ടിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ ഊഞ്ഞാലിൽ അടി ഇങ്ങനെ റെസ്റ്റ് ചെയ്യായിരുന്നു. ആ വീട് കണ്ടപ്പോ കല്യാണം കഴിയുന്ന ആദ്യമായിട്ട് ഞാൻ തോന്നുന്നു. കള്ളം പറയില്ലേ, 3 മാസമായി. എങ്ങനെയുണ്ട് ടൂറിനെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ? എന്താ ഇവിടെ വരുമ്പോ പണ്ട് ഹോസ്റ്റലിൽ വരുമ്പോ ഷിഫ്റ്റ് ഇവിടെ വരുമ്പോ ഭയങ്കര നഷ്ടം. ഇത് ആഴ്ച ഒരിക്കൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വരുമല്ലോ. ഇപ്പൊ അങ്ങനെ അടുപ്പിച്ച് വരുന്നില്ലല്ലോ. നൊസ്റ്റു അടിക്കുന്നതാ. കാശ്മീർ വീഡിയോ കണ്ട അത് കണ്ടപ്പോ വരണമെന്ന് തോന്നിയോ? നിന്റെ അമ്മയ്ക്ക് മഞ്ഞി പോണമെന്നില്ലേ? നീയാ ഞാൻ ചോദിച്ചേ. എടി അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ട നീ മകളാണ് സാധിച്ചു കൊടുക്കേണ്ടത്. ഇനി മകളില്ല, മരുമകൻ വേണം സാധിച്ചു കൊടുക്ക. മകളുടെ റോളൊക്കെ കഴിഞ്ഞ്. പെൺമക്കളെന്ന് വെച്ചാൽ എന്തായാലും ഒരു ദിവസം
പൊടി തട്ടി അങ്ങ് പോവും. ഭയങ്കര പൊടി. അത് ഭയങ്കര പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാ. കാശ്മീർ കൊണ്ടുപോവാണെങ്കിൽ അതിന്റെ കൂടെ ഒരു ആംബുലൻസ് കൂടെ അമ്മയ്ക്ക് ശ്വാസം തണുപ്പ് പ്രശ്നമാണ്. പ്രശ്നമില്ല, കാശ്മീർ വേണ്ട, നമുക്ക് വേറെ എന്തെല്ലാം അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് പോയിട്ട് പിറ്റേന്നെങ്കിൽ വരണം. ടാറ്റ ബൈ. അടുത്ത വട്ടം സന്ധിക്കും പിറക്കും. വണക്കം. ടാറ്റ ബൈ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിത് മൃദുലയുടെ വീട്ടിലൊക്കെ പോയിട്ട് നേരെ ഇതേ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നിവിടെ രാത്രി കഴിക്കാനായിട്ട് കഞ്ഞിയായിരുന്നു സുഹൃത്തുക്കളെ. കഞ്ഞി തീർന്നേട്ടാ. കഞ്ഞിയും പയറ് തോരനും. അപ്പം എന്താ നമ്മള് ബീട്രൂട്ട് പാക്ക് ഇടാന്ന് വിചാരിച്ചു കേട്ടത്. ബീട്രൂട്ട് അല്ലേടി? നമ്മള് സ്കിന്നൊന്നും കാശ്മീർ പോയിട്ട് വന്നതിന് ശേഷം കോലം കിട്ടും. അപ്പോൾ ഇനി അതൊന്ന് കുറച്ച് കെയർ ചെയ്ത് സെറ്റ് ആക്കണം. ആ ക്രീമിനും കൊച്ചുവിൻ്റെ ഈ കളറിന് ഒരേ ഇത് അല്ല. ബീട്രൂട്ട് പാക്കഡാ ഉറക്കത്തിൽ നിന്നൊക്കെ. ബീട്രൂട്ട് പാക്ക് അല്ലേ ഇത്? ചൂടൊക്കെ ആയോണ്ടേ നമ്മൾ ഇങ്ങനത്തെ പാക്കുകളൊക്കെ ഇടണം കേട്ടാ, സീരിയസ്ലി. ഇതിനൊന്നും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതാ ഒരു 50 വയസ്സിന് മേലെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ നിൽക്കും. പിന്നെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തേക്കണം. നാച്ചുറൽ ബ്രൂട്ടിയാ. ഓയിലി. ഇപ്പൊ നല്ല ഗ്ലോ ഉണ്ട്. കളർ കുറവാണ്. ഉച്ചി പിരിയുമ്പോഴി ആദ്യം അമ്മയെ കാണണം. അമ്മ ശരിയാ. നമ്മളില്ല ലാബിലൊക്കെ ഇല്ല തവളയൊക്കെ പിടിച്ച് ടെസ്റ്റ് ചെയ്യൂലേ, അതാണ് അമ്മ. ഹല്ല് തേക്കുന്നവരുണ്ട്. ഇല്ല നീർന്നുണ്ടാ. രാവിലെ എഴുതേക്കും മുഖം എല്ലാം കൂടെ ചോദിക്കും. ഇതല്ലേ നല്ല ബ്രൈറ്റ് ആവും. ഇല്ല, നാച്ചുറൽ സാധനം. നീ എല്ലാം ഉണ്ടാക്കിയത് മൃദുലയുടെ അമ്മ, നീ ഇന്ന് എന്റെ വീട്ടിൽ വന്നിട്ട് പോയല്ലേ ഉള്ളടി. നീ എനിക്കൊന്നും ചെയ്തു തന്നില്ലല്ലേ. ഭയങ്കര ഇഷ്ടം എന്റെ മുഖം തന്നെ. ഇവളെല്ലാം കുളിപ്പിച്ച് അമ്മയുടെ എന്തെങ്കിലും വിരോധം അതിന് നോക്കുമ്പോ കാത്തിരിക്കുന്നത്. വാ വാ വാ. ബീട്രൂട്ടാ, മുഖമൊക്കെ നല്ല തിളങ്ങും. നെക്സ്റ്റ് ചെസ്റ്റ് നമ്പർ 2 ഓൺ ദ സ്റ്റേജ്. അച്ഛനെ എളുപ്പമാ. കുറച്ചിട്ടാ മതി, ബാക്കി താടിയാ. കുറച്ച് ഭാഗം മതി. എന്റെ കയ്യിൽ ഇടുന്നേ ഉള്ളു. എനിക്കിതുമായി യാതൊരു ബന്ധമില്ല. അമ്മയുണ്ട് കൂട്ടിന്. ഇതെന്തരടാ കൊച്ചു. സമയം 10:40 10:40. 10:40 സ്കിൻ കെയർ ആണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. പിരിയൊക്കെ നമുക്ക് വേണം. പിരിയൊക്കെ പോയാലേ ഇല്ല. ഇവിടെ 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 അത് ഹോൾ അവിടെ തേക്കണേ, അവിടെ തേക്കാൻ മറക്കല്ലേ. അവിടെ ഇവിടെ എല്ലാവർക്കും താടി. ഇവരിച്ചിരി തോനേം വേണം. അല്ല, ടി വി ഫിറ്റ് എടുത്ത് ചേട്ടൻ വന്നപ്പോ നിങ്ങള് സഹോദരന്മാരായിരുന്നു ചോദിച്ചു. ആണ് ഇതിൽ ചേട്ടൻ പറയത്തില്ല ആരാ മൂത്തതാണ്. അപ്പൊ ഇവര് സന്തോഷത്തിന് നല്ലോണം തേക്കണേ. നമ്മ റോളർ എടുക്കാന്ന്. ചിലപ്പോ അവനെ കെട്ടി ഗ്ലാമർ ആയിരുന്നു. അല്ല ആണ്, അങ്ങനെ ഡൗട്ടൊന്നും ഇല്ല. കളർ പോകുന്നില്ലേ? ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളു. തിന്ന് അവ തിന്ന് അങ്ങനെ നമ്മളിത് എല്ലാരും കഴുകി. ഗായ്സ്, നമ്മൾ ഏത് സിനിമ കാണാൻ വന്ന കൊച്ചു ഒറ്റ ഡയലോഗിൽ പറയാൻ പറ്റുമോ ഏത് സിനിമ കാണാൻ വന്നത്? നമ്മള് ആവേശം മൂവി കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ മൂവി കണ്ടിട്ട് റിവ്യൂ പറയാം കേട്ടോ. രോമാഞ്ചം കണ്ടപ്പോ രോമാഞ്ചം വന്ന് ആവേശം കാണുമ്പോ ആവേശം വരുമോ? വരൂ നോക്കാം. ഹേ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഫഹദ് ഫാസിൽ ഒരുക്കിയ നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്ത്
ഒരിക്കലൊക്കെ പറയണേ. നമ്മുടെ നമ്മൾ ആവേശത്തോടെ കണ്ടിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം സിനിമ എങ്ങനെയുണ്ട് വെച്ചു? സിനിമ ഒന്നും പറയല്ല, അടിപൊളിയാണ്, കിടിലം. മ്യൂസിക്കും എല്ലാം പൊളി, അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അതിന്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പടം കാണുമ്പം ചിരിച്ച് അറമാദിച്ച് കയ്യടിച്ച് കൂവി വിളിച്ച് കാണാം. അങ്ങനത്തെ ഒരു പടമാണ് സുഹൃത്തുക്കളെ ഇത്. സത്യം പറഞ്ഞാൽ നമ്മള് സീറ്റിൽ ഇങ്ങനെ അടങ്ങിയിരിക്കത്തില്ല. അടിപൊളി സിനിമ കേട്ടാ, കിട്ടില്ല സിനിമ. മാസിന് മാസ്, കോമഡിക്ക് എല്ലാം ഉണ്ട്, ഇമോഷണൽ എല്ലാം ഉണ്ട് ഗൈസ്. സീരിയസ്ലി അടിപൊളി കേട്ടാ. അതെല്ലാരും ഹിപ്സ്റ്റർ അവര് 3 പേര് ആ ഒരു കോംബോ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങുന്ന സിനിമ എല്ലാം ഹിറ്റാണ്. ഇനി അടുത്ത കാണാൻ പോകുന്ന മറ്റേ വർഷങ്ങൾക്ക് ശേഷം അടിപൊളി ഗൈസ്. മ്യൂസിക് ഒരു രക്ഷയില്ലടാ. സത്യം പറയാൻ രോമാഞ്ചം വേറെ ലെവലാ. ഈ ഡാർക്ക് ഹ്യൂമർ, ആ ഒരു ഹ്യൂമർ കൊണ്ടുവരാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ വരും, കോമഡിയാവും. അതാ വിഷയമാണ് കേട്ടോ സിനിമ. നിങ്ങൾ എല്ലാവരും സീരിയസ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് ചിരിക്കാനും ഉണ്ട്, നല്ല മാസ് എലമെന്റ്സും ഉണ്ട്. സൂപ്പറാണ്. അതുമല്ല എനർജി, അല്ല പുള്ളിയുടെ ഒരു എനർജിയുടെ ലെവൽ ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് വരെ ഒരേ എനർജിയാ പുള്ളിക്ക്. ഭയങ്കര എനർജിയാണ്. ഒന്നിനൊന്ന് വെച്ചോ. അതാ കുമ്പളത്തിലേക്ക് എങ്ങനെയുണ്ട് പടം? മുഖക്കിടന്ന് ഭൂമിയിലിങ്ങനെ കണ്ടല്ലേ. കേറിയപ്പോ മഴയില്ലായിരുന്നു, ഇറങ്ങിയപ്പോ ഒടുക്കത്തെ മഴ. ഇപ്പോ ഇന്ന് മൃഗയുടെ വീട്ടിൽ പോയതും ഇവിടുത്തെ സ്കിൻ കെയർ വിശേഷങ്ങളൊക്കെ ആയിരുന്നു സുഹൃത്തുക്കളെ. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഹോപ്പ് കാശ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വെറൈറ്റി ബൈ.